ചോറിൻ്റെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ട് വരുന്ന കോഴിമുട്ടത്തോരനാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 4 കോഴിമുട്ട ഞാൻ അടുപ്പത്ത് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഈ ഒരു വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ, കാന്താരിമുളക്, പച്ചമുളക്, മല്ലിപ്പൊടി ഇവ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു വെന്ത് വന്നിട്ടുള്ള കോഴിമുട്ടയുടെ തോടൊക്കെ പൊളിച്ച് നല്ല വൃത്തിയാക്കി മാറ്റി വെക്കാം. ഞാനിതിനെ പീസ് ആക്കുന്നുണ്ട്. നീളത്തിലുള്ള 4 പീസാണ് ആക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ മുറിക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വലിയ ഉള്ളി അതേപോലെ തന്നെ കറിവേപ്പില മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിടുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പിലയുടെ കളറൊന്ന് മാറുമ്പോൾ നമുക്ക് അതിലേക്ക് വലിയ ഉള്ളി ഇടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇത് വഴറ്റണം. ഉപ്പിടാൻ മറക്കരുത്. ഇനി നമുക്ക് ആ ഒരു മാറ്റി വെച്ചിട്ടുള്ള അരപ്പ് അതിലിട്ട് കൊടുക്കണം. വഴറ്റ അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഈ മുട്ടയുടെ മഞ്ഞയും ആ ഒരു അരപ്പും എല്ലാം നന്നായിട്ട് മിക്സ് ആവണം. എന്നാലേ ഇത് ടേസ്റ്റ് ആവുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ ഒക്കെ നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അവസാനം ആവുമ്പോൾ കുറച്ച് കറിവേപ്പില, കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റാണ്.